ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയെ വിളിച്ച് വലിച്ചടിച്ചുകൊണ്ട് വരികയാണ് രേവതി. എന്താ രേവതി, എന്ത് പറയാനാ? ഇവിടെ ഇരിക്കും സച്ചിയേട്ടാ, ഞാൻ പറയാന്നേ, അവിടെ ഇരിക്കുന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ പിടിച്ചങ്ങോട്ട് ഇരുത്തുകയാണ്. എന്നിട്ട് ഒരു ലഡ്ഡു എടുത്തിട്ട് സച്ചിയുടെ വായിൽ വെച്ച് കൊടുക്കണത്. എന്തിനാ രേവതി? കഴിക്ക് സച്ചിയേട്ടാ, എന്താന്ന് ഞാൻ പിന്നെ പറയാന്നേ, സച്ചിയേട്ടാ ആദ്യം ഇത് കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് വായിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. പക്ഷേ ഇതെന്താ നീ സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത്? ഇനി കാര്യങ്ങളൊക്കെ പറയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയുടെ പേഴ്സ് എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് പൈസ എടുക്കുകയാണ്. ഇതെന്താണെന്നറിയാവോ സച്ചിയേട്ടാ? എൻ്റെ വർക്കുകളെല്ലാം പൂർത്തിയായി. ആദ്യം അഡ്വാൻസ് തന്നായിരുന്നല്ലോ, ബാക്കി പൈസ അദ്ദേഹം എനിക്ക് തന്നു. നമ്മൾ ആ ഓഡിറ്റോറിയം ഡെക്കറേഷൻ ചെയ്തില്ലേ, ആ പൈസ എനിക്ക് ബാക്കി തന്നു. 7000 രൂപയുണ്ട്. അപ്പോഴാണ് ദേ ചന്ദ്ര ഇതെല്ലാം സ്റ്റെയർ കേസിൻ്റെ അവിടെ നിന്നത് കേൾക്കാണ്. അപ്പോൾ 7000 രൂപയോ എന്ന് സച്ചി ചോദിക്കുകയാണ്. അതേ സച്ചിയേട്ടാ, 7000 രൂപയുണ്ട് സച്ചിയേട്ടാ. പിന്നെ അല്ലറ ചില്ലറയെല്ലാം ചിലവായിട്ടോ, അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ കണ്ടാനായിരുന്നു സച്ചിയേട്ടാ. ഇനിയും മാസത്തിൽ ഇതേപോലൊരു 3-4 ഓർഡറൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മൾ ആരായി? നമ്മൾ രക്ഷപ്പെട്ടു സച്ചിയേട്ടാ. ഇനി നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ഒരാവശ്യം കാണില്ല സച്ചിയേട്ടാ. അപ്പോൾ സച്ചിക്ക് ഇത് കിട്ടിയപ്പോഴേക്ക് ഭയങ്കര സന്തോഷം സമാധാനം ഒക്കെ തോന്നുകയാണ്. സച്ചിയേട്ടാ, ഇത് സച്ചിയേട്ടൻ പിടിച്ചോ. എനിക്കെന്തിനാ രേവതി? പിടിക്ക് സച്ചിയേട്ടാ. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല രേവതി. എനിക്ക് ഈ പൈസയുടെ കാര്യം എന്തിനാണ്? എനിക്ക് ഈ പൈസ വേണ്ടെന്നേ. ഇത് നീ സമ്പാദിച്ചല്ലേ, അപ്പം അതുകൊണ്ട് നീ തന്നെ കയ്യിൽ വെച്ചാൽ മതി. പറ്റില്ല, സച്ചിയേട്ടന് കുറേ ആവശ്യങ്ങളൊക്കെ കാണൂലേ, അതുകൊണ്ട് സച്ചിയേട്ടൻ കയ്യിൽ വെച്ചേ എന്ന് പറഞ്ഞിട്ട് കയ്യിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നീ പറഞ്ഞാൽ കേൾക്കൂലല്ലേ. രേവതി, എൻ്റെ കയ്യിൽ ഈ പൈസ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവാകും. അതുകൊണ്ട് നീ പൈസ കയ്യിൽ വെച്ചാൽ മതി. കുറേയൊക്കെ കഴിഞ്ഞിട്ട് ചിലവെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടിയിലിട്ട് വെച്ചോ. അത് ശരിയാണല്ലേ സച്ചിയേട്ടാ. എങ്കിൽ പിന്നെ ഞാൻ തന്നെ വെച്ചോളാം. നമുക്ക് ഈ പൈസ ചിലവാക്കാനുള്ളതല്ല, നമുക്ക് പൈസ എല്ലാം ചേർത്ത് വെച്ചിട്ട് നമുക്ക് മുകളിൽ റൂം കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ളതല്ലേ ഈ പൈസ. ഇത് കിട്ടുന്നപ്പോഴേക്കും അതൊക്കെ തന്നെയാ. പിന്നെ വേറൊരു കാര്യമുണ്ട് സച്ചിയേട്ടാ, സച്ചിയേട്ടനെക്കാളും ഇപ്പോൾ കൂടുതൽ ഉണ്ടിയിൽ പൈസ ഇടുന്നത് ഞാനാണേ. അതും കൂടി ഒന്ന് ആലോചിക്കണം. സച്ചിയേട്ടനെക്കാളും വരുമാനം ഇപ്പം എനിക്കായി സച്ചിയേട്ടാ എന്ന സന്തോഷത്തോടു കൂടി തന്നെയാണ് രേവതി ആ ഒരു കാര്യം അവിടെ സച്ചിയുടെ മുന്നിലേക്ക് പറയുന്നത്. പക്ഷേ ഇതെല്ലാം കേട്ട ചന്ദ്ര തല ഇങ്ങനെ ആട്ടുകയാണ്. പക്ഷേ സച്ചിക്ക് അതൊന്നും കേട്ടിട്ട് ഒരു രീതിയിലും ഒന്നും തോന്നിയില്ല. അങ്ങനെ രേവതി പറയാണ്, ഞാൻ ഈ പൈസ ഏതായാലും ഉണ്ടിയിലും കൊണ്ടിടാം. സച്ചിയേട്ടനെ ടെറസിൻ്റെ മുകളിൽ തുണി ഉണക്കാനിട്ടിട്ടുണ്ട്, അതിങ്ങ് എടുത്തുകൊണ്ട് പോരും എന്നും പറഞ്ഞുകൊണ്ട് രേവതി നേരെ അടുക്കളയിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ സച്ചിയാണെങ്കിൽ എന്നോട് തുണി എടുക്കാൻ പറയുന്നു എന്നാണ് സച്ചി ചിന്തിക്കുന്നത്. അങ്ങനെ സച്ചി അവിടെ നിന്ന് എണീറ്റ് നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര വെട്ടനെ നിൽക്കാം. അപ്പോൾ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഇങ്ങനെ ഒന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും എന്താ എടാ സച്ചി, അവൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് പോയത്? എടാ, നിനക്കിപ്പോൾ ഒരു വിലയും തരാത്തൊരു രീതിയിലാണല്ലോ അവൾ സംസാരിച്ചത്. എൻ്റെ ദൈവമേ, നിന്നെക്കാളും പൈസ അവളാണ് ഉണ്ടാക്കുന്ന രീതിയിൽ അവൾ സംസാരിച്ചത് കേട്ടില്ലായിരുന്നോ? അവൾക്ക് ഇപ്പം അഹങ്കാരം വന്നു തുടങ്ങിയടാ. രേവതി അങ്ങനെ ഒരു ഉദ്ദേശത്തിലൊന്നും അല്ല പറഞ്ഞത്. അവൾക്ക് സമ്പാദിച്ച് പൈസ കിട്ടി, അതുകൊണ്ട് അവൾ ആ പൈസ ഉണ്ടിയിലിട്ടു. പിന്നെ നീ അങ്ങനെയൊക്കെ പറയോടാ. അവൾ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം നിനക്ക് മനസ്സിലായില്ലേടാ സച്ചി. കാരണം നീ ഉണ്ടിയിലെ പൈസ ഇടുന്നേക്കാളും കൂടുതൽ അവൾ ഇടുന്നുണ്ടെന്ന്. അതിനർത്ഥം എന്താ? നിനക്ക് കിട്ടുന്നത് നക്കാ പിച്ച, അവൾക്ക് കിട്ടുന്നത് നല്ലൊരു എമൗണ്ട് തന്നെയാണ്. അപ്പോൾ അവൾ അതിൽ അഹങ്കരിക്കുന്നത് കൊണ്ട് തെറ്റു പറയാനായിട്ട് പറ്റില്ലടാ സച്ചി. നീ ഇല്ലെങ്കിലും ഇനി അവൾക്ക് ജീവിക്കാനുള്ള പ്രാപ്തിയുണ്ട്. അവളെ ഒറ്റക്കാലം നിൽക്കാനായിട്ട് തുടങ്ങി. ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു പെണ്ണിനും ഒരു ധൈര്യമൊക്കെ വന്ന് തുടങ്ങടാ. ഇനി നിൻ്റെ ഒരു സഹായമൊന്നും അവൾക്ക് ആവശ്യമില്ലടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സച്ചിക്ക് വല്ലാത്തൊരു രീതിയിൽ തോന്നുകയാണ്. പിന്നൊരു കാര്യം കൂടിയുണ്ട്, നിന്നേക്കാളും കൂടുതലായിട്ട് അവൾ സമ്പാദിക്കുന്നുണ്ടല്ലോ. നീ ഇപ്പോൾ എന്തുണ്ടാക്കി? അതെ, ഞാൻ ചെയ്യുന്നത് നല്ല മാന്യമായ ജോലി തന്നെയാണ്. ഞാൻ ആരുടെയും ആശ്രയത്തിലൊന്നും അല്ല ജീവിക്കുന്നത്. ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. നീ കഷ്ടപ്പെട്ടിട്ട് ഇത്ര നാളെ കൊണ്ട് നീ എന്തുണ്ടാക്കി? അത് പറ. നിനക്ക് കിട്ടുന്നത് ഡ്രൈവർ ജോലിയിൽ നിന്ന് കുറച്ച് പൈസ, അത്രയല്ലേ ഉള്ളു. പക്ഷേ നിനക്ക് മിച്ചം പിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ?
ഇല്ല. പക്ഷേ അവൾക്കില്ലേ രേവതിക്ക് ദേ പൈസ എല്ലാം മിച്ചം പിടിക്കാനായിട്ട് തുടങ്ങിയിരിക്കുക. അപ്പോ നിന്നെക്കാലം കൂടുതൽ സമ്പാദിക്കുന്നത് അവള് തന്നെയല്ലേ? അതുകൊണ്ടാ അവള് പറഞ്ഞത് നിന്നോട് ടെറസിന്റെ മേളിൽ പോയി തുണിയൊക്കെ എടുത്തുകൊണ്ട് വരാൻ. ഇതുവരെ അവൾ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഒന്ന് മനസ്സിലാക്കിയാൽ മതി, സച്ചി വെറും അടിമ. ഇനി രേവതിയുടെ അടിമയായിട്ട് കഴിഞ്ഞാൽ മതി. അയ്യോ, ഇനിങ്ങനെ ലേറ്റ് ആവല്ലേ? ചെല്ല് പോയി തുണി എടുത്തുണ്ട് വാ അടിമ സച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഈ ചന്ദ്ര എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിൽ അവിടെ സംസാരിച്ചിട്ട് നേരെ മേലോട്ട് കയറിയപ്പോൾ സച്ചിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് തോന്നുക. പക്ഷേ ചന്ദ്രയ്ക്ക് മനസ്സിൽ തോന്നിയ ഇനി ഏതായാലും അവരുടെ കൊളുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ നമ്മുടെ രേവതിയാണെങ്കിൽ സച്ചിയേട്ടാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് റൂമിൽ കൂടിയും ഹാളിൽ കൂടിയൊക്കെ നടക്കുകയാണ്. സച്ചി അവിടെ എങ്ങും കാണാനില്ല. ഇത് കണ്ട് രേവതിക്കാകെ പേടി തോന്നുക. അങ്ങനെ രേവതി പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണ്, അവിടെയും സച്ചി ഇല്ല. അപ്പോൾ ദേ നമ്മുടെ രവിയാണെങ്കിൽ ജോഗിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഓടി വരികയാണ്. വന്നു കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ സച്ചിയേട്ടൻ എവിടെ പോയിന്ന് കണ്ടു അച്ഛാ. സച്ചിയേട്ടന് ട്രിപ്പ് എവിടെയെങ്കിലും പോവുകയാണെന്ന് അച്ഛനോട് പറഞ്ഞായിരുന്നു. എന്നോട് പറഞ്ഞില്ല മോളെ, ഞാൻ രാവിലെ എണീറ്റ് വരുമ്പോഴും കാറില്ല. അപ്പൊ സച്ചിയേട്ടൻ അതിരാവിലെ പോയായിരുന്നോ? എന്നോടൊരു വാക്ക് പോലും പറയരുതെന്ന്. അതെന്താ മോളെ, നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല അച്ഛാ, എന്നോടൊന്നും പറഞ്ഞില്ല. രാവിലെ ഞാൻ നോക്കുമ്പോൾ സച്ചിയേട്ടനെ കാണാനില്ല. അപ്പം ഞാൻ വിചാരിച്ച് എവിടെയെങ്കിലൊക്കെ പോയിരിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ശശിയേട്ടൻ എവിടെ പോയെന്ന് ഒരു പിടിയില്ല. മോളെ നീ വിളിച്ചു നോക്ക്. ഞാൻ വിളിച്ചായിരുന്നു അച്ഛാ. വിളിച്ചിട്ട് സച്ചിയേട്ടനെ കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതെന്താ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ല അച്ഛാ എന്നിങ്ങനെ പറയാണ്. ശേടാ, ഇവനിത് എന്ത് പണിയാ കാണിച്ചത്? ഇവനിതിപ്പോൾ ആരോടും പറയാതെ ഇതെവിടെ പോയി? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ ആരോടും പറയാതെ അവൻ പോകാത്തൊരിതാണല്ലോ. അതെ അച്ഛാ, അതാണ് ഇപ്പം എൻ്റെ മനസ്സിൽ ടെൻഷൻ തോന്നുന്നത്. ശരി മോളെ, അവൻ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവി അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ രേവതിക്ക് പിന്നീട് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. രേവതി ആണെങ്കിൽ വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് ചന്ദ്ര വിളിക്കാൻ, എടി നീ എവിടെ പോകുന്നടി? അവിടെ നിൽക്കടി. അവിടെ ഒരു ഗ്ലാസ് ചായ പോലും ഇടാതെ പോവാണ്. പക്ഷേ ചന്ദ്രയുടെ വാക്ക് പോലും കേൾക്കാനായിട്ട് നമ്മുടെ രേവതി നിന്നില്ല. രേവതി ഒറ്റ പോക്കാണ്. സച്ചി എങ്ങനെയും കണ്ടെത്തണമെന്നുള്ളൊരു ചിന്ത മാത്രമേ രേവതിയുടെ മനസ്സിലുള്ളൂ. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ഇത് വല്ലാത്തൊരു പോക്കാണല്ലോ. ഇവിടെ ആണെങ്കിൽ ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല. എനിക്കാണെങ്കിൽ ഇത് ഉണ്ടാക്കാനായിട്ട് മടിയുമാണ്. ഞാൻ ഏതായാലും ഭാമയുടെ വീട്ടിലേക്ക് പോകാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്ര നേരെ ഭാമയുടെ വീട്ടിലേക്ക് എത്തുക. ഭാമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ച് നേരെ നോക്കുക നേരത്ത് ദേ കണ്ണേറമ്മയുടെ ഫോട്ടോ നെട്ടനെ വെച്ചിരിക്കുന്നു. ഇത് കണ്ട ഈ ചന്ദ്രയ്ക്ക് കല്ലി വരിക. ചന്ദ്ര ഫോട്ടോ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കണം. ഇവിടുന്ന് എന്ത് പരിപാടിയാണ് കാണിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ അങ്ങോട്ട് വലിച്ചെടുക്കുകയാണ്. വലിച്ചെടുന്നപ്പോഴേ ഭാമ വരുന്നു. ചന്ദ്ര നീ എന്താ ചന്ദ്ര ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. നീ എന്തിനാണ് ഈ ഫോട്ടോ ഇവിടെ വെച്ചത്? അയ്യോ എൻ്റെ ചന്ദ്ര, ഇത് കണ്ണേറമ്മയുടെ ഫോട്ടോയാ. ഒരാൾ ഇവിടെ വിൽക്കാൻ വേണ്ടി വന്നതാ. ഇത് വെച്ച് കഴിഞ്ഞാലേ ദൃഷ്ടിദോഷമൊന്നും ഉണ്ടാവില്ലെന്നാ പറയുന്നത്. അപ്പോൾ ഇത് വെച്ചത് കൊണ്ട് എന്താണ് കുഴപ്പം എൻ്റെ ചന്ദ്ര? എൻ്റെ ഭാമേ, നീ ആ ഫോട്ടോയിലേക്കൊന്ന് തുറച്ചു നോക്കിക്കണ്ടേ? നീ ആ ഫോട്ടോയിൽ കണ്ടിട്ട് നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് കണ്ണേറമ്മയുടെ ഫോട്ടോ അല്ലോ, ഇതിൽ കണ്ടിട്ട് എന്ത് തോന്നാനാ? നീ നോക്ക് ഭാമേ. അങ്ങനെ ഭാമ ആ ഫോട്ടോയിലേക്ക് നോക്കാം. ഭാമ ആ ഫോട്ടോയിലേക്ക് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയും നോക്കാണ്. ചന്ദ്രേ, ഇത് നിന്റെ രൂപസാദൃശ്യം ഉണ്ടല്ലോ ഈ കണ്ണേറമ്മയ്ക്ക്. രൂപസാദൃശ്യമല്ല, അത് ഞാൻ തന്നെയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭാമ ഇരുന്ന് ഭയങ്കര ചിരിയാ. നീയാണോ ഇത്? അതെ, ഞാൻ തന്നെ. അന്ന് എൻ്റെ തലയിൽ മൈദമാവ് വീണില്ലേ, അപ്പം എടുത്ത ഫോട്ടോയാ, അതാണിത്. പക്ഷേ നിന്റെ വീട്ടിൽ നടക്കുന്ന ആ ഫോട്ടോ എങ്ങനെയാണ് ഇങ്ങനെയായി മാറിയത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഒരു പണക്കാരി മരുമോളുണ്ടല്ലോ വർഷ, അവൾ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസിലിട്ടു. ഏതോ ഒരുത്തൻ അത് കുറച്ച് റീക്രിയേറ്റ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഫോട്ടോ ആക്കി വിട്ടതാണെന്നും പറയണം. ഇത് കേട്ട ഭാമയിൽ അങ്ങോട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. എന്നാലും എൻ്റെ ചന്ദ്ര, നീ എന്തിനിങ്ങനെ ചിരിക്കുന്നത്? അല്ല, കണ്ണേറമ്മയാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഫോട്ടോ എടുത്ത് വെച്ചതേ എന്നൊക്കെ ആലോചിച്ചതാണ്. സുധി കുറേ ഫോട്ടോ ഒക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. എനിക്ക് ദേഷ്യം വന്നിട്ടെ അതെല്ലാം ഞാൻ വലിച്ചെറിഞ്ഞു എന്നോട് പറയാണ്. അല്ല, നീ എന്ത് പറയാനാ വന്നത്? ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയാ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുള്ള മൂഡ് പോയി. എങ്കിൽ പറ, എന്താണ് ആ സന്തോഷ വാർത്ത? അതെ ഭാമേ, സുധി പുതിയ വീട് മേടിക്കാൻ പോവാണ്.
ആണോ? അത് കൊള്ളാലോ, നല്ല കാര്യമാണല്ലോ. അയ്യോ, എൻ്റെയും നിൻ്റെയും വീട് പോലത്തെ വീടല്ല, ബംഗ്ലാവ് പോലത്തെ വീടാ സുധി മേടിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് വേണം എനിക്ക് പുതിയ ഡാൻസ് ക്ലാസ് തുടങ്ങിയിട്ട് കുറേ പിള്ളേരെ ഡാൻസ് പഠിക്കാനായിട്ട്. ഓ പിന്നെ ഇവിടെ തന്നെ ഒറ്റ പിള്ളേരില്ല. പിന്നെ ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ട് 2-3 വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആരാ നിന്നോട് വർത്താനം പറയാനുള്ളത്? ശ്രുതിയും ശ്രുതിയും ഒക്കെ ജോലിക്ക് പോകും, പിന്നെ ആരുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. പറഞ്ഞതും ശരി തന്നെയാണ്, എന്നാലും അങ്ങോട്ട് പോകാതിരിക്കാൻ കഴിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ നല്ലൊരു വർത്തമാനമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയും ഈ ശരത്തും കൂടി സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയായിട്ട് അവർ വീട്ടിലെത്തിയിട്ടില്ല. എൻ്റെ ചേച്ചി ഒന്ന് വണ്ടി നിർത്തിക്കണ്ടേ? എന്താടാ ചേച്ചി, നമ്മളിത് എങ്ങോട്ട് തിരിഞ്ഞു പോവുകയാണ്? ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ? സച്ചിയേട്ടൻ ഇവിടെ എങ്ങും കാണാനില്ല, നമ്മൾ ഇനി എത്ര ദൂരം പോവും? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വഴക്കിട്ടായിരുന്നോ? എടാ ഇല്ലട ശരത്തെ, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, അത് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ. പക്ഷെ സച്ചിയേട്ടൻ എങ്ങോട്ട് പോയെന്ന് പോലും അറിയില്ല, എന്നോടൊരു വാക്ക് പോലും മിണ്ടാതെ സച്ചിയേട്ടൻ പോയത്. എനിക്കാകെ പേടി തോന്നുന്നു. ചേച്ചി ഇനി രാത്രി ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് അത്ര വലിയ നല്ല കാര്യമല്ല. ചേച്ചി ഏതായാലും വീട്ടിലേക്ക് പോകാൻ നോക്ക്. സച്ചിയേട്ടൻ പോയതുപോലെ തന്നെ തിരിച്ചു വരും, അല്ലാണ്ട് എവിടെ പോകാനാ? വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്നെ വിളിച്ചോണം കേട്ടോ ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുക. ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെയാണ് കയറി ചെല്ലുന്നത്, ഭയങ്കര തളർന്നൊരവസ്ഥയിൽ. അപ്പോൾ രവി ചോദിക്കണം, മോളെ എന്തായി മോളെ, നീ ഇത് എവിടെ പോയതായിരുന്നോ? സച്ചി വല്ലതും വിളിച്ചായിരുന്നു? ഇല്ല അച്ഛാ, സച്ചിയേട്ടൻ വിളിച്ചിട്ടില്ല, ഇപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. മനുഷ്യനെ ഓർത്തിട്ട് പേടിയാവുന്നു. അവൻ വരുമെന്നേ, അവന് വലിയ ലോങ് ട്രിപ്പൊക്കെ കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. മോള് പോയി ഭക്ഷണം കഴിക്കുക. വേണ്ട അച്ഛാ, സച്ചിയേട്ടൻ ഏതായാലും വരട്ടെ, എന്നിട്ട് എനിക്ക് ഭക്ഷണം ഇറങ്ങുള്ളൂ അച്ഛാ എന്നിങ്ങനെ പറയാം. അങ്ങനെയെല്ലാം പറഞ്ഞത് എൻ്റെ ദൈവമേ, ഇത് ഇവൻ എവിടെ പോയി കിടക്കുകയാണ്? അങ്ങനെ പറയുമ്പോൾ രേവതിക്ക് ഒരു കോള് വരികയാണ്. ആരാണ് മോളെന്ന് ചോദിച്ചപ്പോഴേക്ക് അമ്മയാ. അമ്മേ ഇല്ലമ്മേ, വന്നിട്ടില്ലമ്മേ, ഞാൻ വരുമ്പോൾ വിളിച്ച് പറയാൻ, ഞങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോഴേക്കും സച്ചിയുടെ വണ്ടി അവിടെ എത്തുകയാണ്. അമ്മേ സച്ചിയേട്ടൻ വന്നു അമ്മ, ഞാൻ പിന്നെ വിളിക്കാമേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. രേവതിയേ എന്ന് വിളിച്ചുകൊണ്ടാണ് നമ്മുടെ സച്ചി വരുന്നത്. അപ്പോൾ സച്ചി വന്ന് കയറിയ ഉടനെ തന്നെ രവിക്ക് കലി വരികയാണ്. നീ എവിടെ പോയതാടാ? നീ എന്ത് പരിപാടിയാടാ കാണിച്ചത്? ഈ കൊച്ചിനെ നീ വിഷമിപ്പിച്ചല്ലേടാ? അയ്യോ അത് പിന്നെ അച്ഛൻ എനിക്ക് വലിയൊരു ലോങ് ട്രിപ്പ് ഉണ്ടായിരുന്നു, അതിനു വേണ്ടി പോയതാണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകാൻ പാളേ, നിന്റെ ഫോണും വിളിച്ചാൽ കിട്ടൂല. ഈ കൊച്ചി എത്ര മാത്രം സങ്കടപ്പെട്ടെന്ന് നിനക്ക് അറിയാവോടാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സച്ചി ഒന്ന് രേവതിയെ തിരിഞ്ഞു നോക്കിയാൽ രേവതിയുടെ മുഖത്ത് ഭയങ്കര ഒരു സങ്കടമാണ് അവിടെ കാണുന്നത്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത എപ്പിസോഡിനെ കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.